ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ അപ്ലൈ ചെയ്തും ചെയ്യാത്ത ഗെയിം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം വിസിബിളായിട്ട് കാണുന്നുണ്ട് എന്നറിയില്ല. അത്രയും നല്ല റിസൾട്ടാണ്. നല്ലൊരു ഫേഷ്യലാണിത്. ഒരു കേട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഇത് മുന്നോട്ട് കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം മുന്നോട്ട് കണ്ടാൽ മതി. കാരണം ഇത് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ. വലിയ വില എടുത്തിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊറ്റ പ്രാവശ്യം ട്രൈ ചെയ്താൽ തന്നെ മുഖം വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര് 1 ടേബിൾ സ്പൂണോളം എടുക്കുക. ഇതെന്ന് പറയുന്നത് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നമ്മൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോയാൽ ചെയ്യുന്ന അതേ സ്റ്റെപ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം തൈര് എടുക്കുക. അതിനുശേഷം മുഖം നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അവരെത്രത്തോളം മസാജ് നമുക്ക് ചെയ്തു തരുന്നുണ്ടെന്ന്. അതുപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നേരം എല്ലാത്തിനും 2 മിനിറ്റ് മസാജ് ചെയ്യൽ നിർബന്ധമാണ്. വെറുതെ വാരി തെച്ചത് കൊണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഒരു സെയിം ഫേസ് പാക്ക് ഒരു 10 പേര് ചെയ്താൽ അതിൽ 8 പേർക്ക് റിസൾട്ട് കിട്ടും, 2 പേർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നെല്ലാം പറഞ്ഞത് വെറുതെ വാരി തെച്ചത് കൊണ്ട് ആർക്കൊന്നും റിസൾട്ട് കിട്ടില്ല. 2 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ടോ ഒന്ന് അങ്ങ് തുടച്ച് കളി. അങ്ങ് കഴുകി വെള്ളം കൊണ്ട് അങ്ങ് കംപ്ലീറ്റ് കഴുകി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ ഞാൻ മാത്രം മതി. ആ സമയത്ത് തന്നെ നമ്മളെ മുഖത്തുള്ള അഴുക്കെല്ലാം പോകും കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വരും. ഇനി അതിനുശേഷം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖം ഒന്ന് ആവി പിടിപ്പിക്കുക. ആവി പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ തുണി മുക്കിയിട്ട് നമ്മളെ സ്കിന്നിന് താങ്ങാൻ പറ്റുന്ന ചൂടിൽ ഒന്ന് ആവി പിടിപ്പിക്കുക. അല്ലാതാണ് നമ്മൾ സാധാരണ ജലദോഷം വന്ന് ആവി പിടിപ്പിക്കുന്ന പോലെ മുഖത്തൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഈ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് വേഗം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 1 ടീസ്പൂണുള്ള അരിപ്പൊടിയാണ് എടുത്തത്. അത് രണ്ടും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് മുഖത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ ഭാഗം താടിൻ്റെ ഭാഗം എല്ലാം നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് സ്റ്റീം ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ആയിട്ട് കിട്ടും. അത് റിമൂവ് ആയാൽ തന്നെ മുഖം നല്ലൊരു ക്ലീനപ്പ് ചെയ്തൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മിനിറ്റ് ഇതും മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ മസാജിങ് നിർബന്ധമാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോയാൽ ഫേഷ്യലിൽ നിന്നാണ് 1 മണിക്കൂറോളം എടുക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ മസാജിങ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിക്കളയാം. ആ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ മുഖത്ത് വീണ്ടും നല്ലൊരു ഗ്ലോ വരും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം നന്നായിട്ട് റിമൂവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഇനി നമ്മളെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഒരു ജെല്ല് ഉണ്ടാക്കലാണ്. ഒരു മസാജിങ് ജെല്ലാണ്. അതിന് 1 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 1 ടീസ്പൂണോളം തേൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മുടെ മുഖത്തേക്ക് 2 മിനിറ്റ് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത ഫേസ് ആണല്ലോ, നല്ല രീതിയിൽ ഒരു സോഫ്റ്റ് മസാജ് 2 മിനിറ്റ് കൊടുക്കുക. ഈ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് സോഫ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ മുഖത്ത് നല്ലൊരു ബേബി സോഫ്റ്റ് സ്കിന്ന് പോലെ ആയിട്ടുണ്ടാവും. നമ്മളെ ക്ലീനപ്പ് ചെയ്താലുണ്ടാവില്ലേ മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ബ്രൈറ്റ്നെസ് എല്ലാം കിട്ടില്ല, ആ ഒരു രീതിക്കാവും. അപ്പോൾ ഈ ജെല്ല് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നങ്ങ് തുടച്ച് കളയുക കേട്ടോ. ഇതുപോലെ ഒന്ന് തുടച്ച് കളഞ്ഞ് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തീരുന്നത് കൂടെ തന്നെ നിങ്ങളെ മുഖത്ത് വരുന്നത് നല്ലൊരു ഗ്ലോ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കൈ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അവസാനത്തെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി ഇല്ലാത്തവർക്ക് കടലമാവ് യൂസ് ചെയ്യുക. മുൾത്താണി മിട്ടിയിലേക്ക് 1 ടീസ്പൂണോളം തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കസ്തൂരി മഞ്ഞളാണ്. ഒരു 1/4 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ മതി. കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി. മുൾത്താണി മിട്ടിക്കാണ് കടലമാവിനേക്കാളും അടിപൊളി റിസൾട്ട് ഉണ്ടാകുക. മുൾത്താണി മിട്ടി ആര് തേച്ചാലും നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ മുൾത്താണി മിട്ടി യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മുൾത്താണി മിട്ടി തന്നെയാണ്. മുൾത്താണി മിട്ടി ഓൺലൈൻ ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്. ചെറിയ പൈസക്ക് കിട്ടുന്ന സാധനമാണ്. സ്കിൻ കെയർ ചെയ്യുന്നവർ ആ ഒരു പൊടി വീട്ടിൽ വാങ്ങി വെക്കുന്നത് നിങ്ങൾക്ക് ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതായത് ഈ ഒരു ഫേഷ്യൽ സ്റ്റെപ്സ് ഒന്നും ഇല്ലാണ്ട് വെറും ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ മുഖത്തെ കറുത്ത പാടും കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്നതാണ് ഈ മുൾത്താണി മിട്ടി ഫേസ് പാക്ക്. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും വെച്ചിട്ട് ഇതുപോലൊന്നൊരു വെള്ളത്തിൽ കഴുകിക്കളയുക.
ആ ഒരു സമയത്ത് തന്നെ നിങ്ങളെ മുഖത്ത് വരുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ഞെട്ടിക്കുന്ന ഒരു ബ്രൈറ്റ്നസ് ആയിരിക്കും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊരു പാർട്ടി പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാമെന്നാണെങ്കിൽ ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഫേസിൻ്റെ സ്കിന്നും നമ്മുടെ കൈയിൻ്റെ സ്കിന്നും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ റിസൾട്ടിനേക്കാളും അടിപൊളി റിസൾട്ടാണ് ഫേസിലുണ്ടാകുക. ഞാൻ വെറുതെ പറഞ്ഞ് കേട്ടിട്ട് ഇതാക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് മാത്രം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്തൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൾത്താനി മിട്ടി എല്ലാ ഓൺലൈൻ ഷോപ്പിലും അവൈലബിൾ ആണ്. ഞാൻ ആ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു പ്രോഡക്റ്റ് ചെറിയ പൈസക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്